ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ പശുവിനുണ്ടായ ഒരു മുറിവ് പരിപാലിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ്. രണ്ട് ഐറ്റമാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ആത്തയുണ്ടല്ലോ, ആത്തയുടെ ഇല, തളിരിലയും മുറ്റിയ ഇല ഏതായാലും കുഴപ്പമില്ല. ആത്തയുടെ ഇല, മഞ്ഞൾ, പച്ചമഞ്ഞൾ, നമ്മുടെ തൊടിയിലൊക്കെ കാണുമല്ലോ പച്ചമഞ്ഞൾ. ഈ രണ്ട് ഐറ്റം വെച്ചാണ് നമ്മളിന്നൊരു മരുന്നുണ്ടാക്കുന്നത്. പശുവിന് ഒരു പശുവിന് ചെറിയൊരു മുറിവ് പറ്റി. അത് ഒരു വലിയ ഈച്ച വന്ന് അമിട് ഭാഗത്ത് കുത്തിയതാണ്. അത് കല്ലിച്ച് കിടന്നത് അമിടിൻ്റെ ആയുണ്ട്. അതങ്ങനെ നിർത്തിയേക്കാൻ പറ്റത്തില്ല. കല്ലിച്ച ഭാഗം കുറച്ചായണക്ക് തനിയെ ശരിയാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മരുന്ന് തേച്ച്, ഓയിൽമെൻ്റ് ഉണ്ട്, അത് തേച്ച് കുറച്ച് ദിവസത്തേക്ക് പഴുത്തത് പൊട്ടി അത് ഇളകി കുഴി പോലെ അപ്പം നമ്മളിനി അതിനകത്ത് ഈച്ച ഇരിക്കരുത്, അതിനകത്ത് പൊടിപടലങ്ങളോ കീടാണുക്കളോ ഒന്നും കയറരുത്. അപ്പം അതിന് ഹൈമാക്സ് തേക്കാം. ഇപ്പോൾ ഹൈമാക്സ് തീർന്നു പോയി. അതുകൊണ്ട് നമ്മൾ ഇവിടെ വീട്ടിലുള്ളൊരു മരുന്നുണ്ടാക്കുവാണ്. നമ്മൾ സ്ഥിരം മുറിവിനൊക്കെ തേക്കുന്ന ഇത് തന്നെയാണ്. ആത്തയുടെ ഇല അരച്ച് മഞ്ഞളും കൂടെ ചേർത്ത് നമ്മൾ ആ മുറിവിൽ പൊത്തി വെക്കും. അപ്പോൾ പുഴു ഉണ്ടെങ്കിൽ അഥവാ ഈച്ച എങ്ങനെ നേരത്തെ വന്ന് മുട്ടയിട്ടിരിക്കുകയാണെങ്കിൽ ആ മുട്ടയൊക്കെ ചാവുകയും ചെയ്യും. പുതിയ പുഴുക്കൾ ഉണ്ടാവത്തുമില്ല, ഈച്ച വന്ന് അടുക്കത്തില്ല. മുറിവ് കരിയാനും ബെറ്ററാണ് ആത്തയുടെ ഇല, പച്ചമഞ്ഞൾ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നമുക്കത് ഇത് രണ്ടും കൂടെ നല്ലോണം അരച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ട ഈ പരുവത്തിൽ അരച്ച് റെഡിയാക്കി എടുക്കണം. അത് നമ്മൾ ഇതിൻ്റെ ഈ ഒരു കുഴമ്പ് പോലെ കണ്ടോ, ഇങ്ങനെ അതിനകത്ത് മുറിവിനകത്ത് വെച്ചാൽ ഇരിക്കത്തക്ക രീതിയിൽ വേണം അരച്ചെടുക്കാൻ. ശകലം വെള്ളം ചേർക്കാം അരയ്ക്കാൻ. അങ്ങനെ അരച്ച് ഇതിപ്പോൾ ഒരു പ്രാവശ്യമല്ല, 2-3 പ്രാവശ്യം തേക്കാനുള്ള മരുന്നുണ്ട്. നമ്മൾ പകുതി എടുത്തിട്ട് ബാക്കി പന്നലാവാതെ തന്നെ സൂക്ഷിച്ച് വെക്കണം. നമുക്കിനി അത് നമ്മുടെ മുറിവുള്ള പശു അയ്യത്ത് നിൽക്കുകയാണ്. നമുക്കവിടെ കൊണ്ടുവന്ന് മുറിവിന് വെച്ചിട്ട് വരാം. നമ്മുടെ മുറിവ് പറ്റിയ പശു ഇതാണ്, കിടാവാണ്. ഇതിന് ചനയായിട്ട് നിൽക്കുകയാണ്, കുത്തി വെച്ചേക്കുക. അപ്പോൾ എന്തായാലും അമ്മടൊന്നും അപ്പോൾ അധികം ഇല്ല, ചന ഇതിന് പൂർണ്ണമായിട്ടേ അമ്മടൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത്രയും സമയം നമ്മൾ മുറിവൊക്കെ വന്നാൽ അമ്മട് ഭാഗത്ത് പ്രത്യേകം കെയർ ചെയ്യണം. കൂടുതലൊക്കെ ആയി നമുക്കിത് മരുന്ന് വെക്കാം. തൊഴിക്കൊന്നും ചെയ്യരുത്, നീറ്റിലൊന്നും എടുക്കത്തില്ല. നല്ല ചെറിയൊരു തണുപ്പുള്ള ഇതേ ഉള്ളൂ. ചെറിയൊരു നമ്മൾ ആ ഓയിൽമെൻറ്റ് തേച്ച് നല്ലൊരു കുഴിയായിട്ടുണ്ട്. നമ്മൾ നേരത്തെ നമുക്കറിയാം അവിടെ ഈച്ച കുത്തി വലിയ ഈച്ചയായിരുന്നു കേട്ടോ. അയ്യത്ത് കൊണ്ട് കിട്ടിയപ്പം പറ്റിയതാണ്. അത് നല്ല കല്ലിച്ച് ഇത്രയും ഭാഗം കിടന്നെയാണ്, കല്ല് പോലെ. നമ്മൾ കുറച്ച് ദിവസം തനിയെ മാറുമെന്ന് നോക്കി ഇരുന്ന്, തനിയെ മാറിയില്ല. പിന്നെ ഒരു ഓയിൽമെൻറ്റ്, ആ ഓയിൽമെൻറ്റ് പേരെന്ത് വരുന്നത് ഞാൻ ഓർക്കുമ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം. ഇപ്പോൾ ഓയിൽമെൻറ്റിൻ്റെ പേര് മറന്നുപോയി. അത് മുറിഞ്ഞിട്ടുണ്ട്. അത് ഇളക്കി കളഞ്ഞ് നമ്മൾ അവൾക്ക് ചെറിയൊരു തണുപ്പോ വല്ലതും ചെന്ന് കാണും അവർ. അതാണ് അവൾ തിരിഞ്ഞ് നിന്നത്. ഇതുവരെ അവൾ നല്ലോണമൊക്കെ നിന്നതാണ്. അഥവാ ഇത് ഇപ്പോൾ തേക്കുമ്പോൾ നമ്മുടെ ഈച്ചയുടെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോവും, നല്ല കരിവാകും. അമ്മയുടെ ഭാഗമായതുകൊണ്ട് അമ്മടിൻ്റെ അടുത്തോട്ടല്ല, അതിന് തുടഭാഗമാണ്. എന്നാലും അമ്മട് വീർത്ത് വരുവാണെങ്കിൽ ആ ഭാഗം കൂടെ ആകുന്നതാണ്. അതിന് അങ്ങനെ നിൽക്കും. ഇപ്പോൾ രാത്രി ആകുമ്പോൾ ആ മരുന്ന് പൂർണ്ണമായിട്ടും പോകുവാണെങ്കിൽ ഒരു ട്രിപ്പ് കൂടെ വെച്ചിട്ട് ഇന്നത്തേക്ക് അത് മതി. ഒരു 2-3 നേരം ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അത് 2 ദിവസം ചെയ്താൽ മതി, ഓക്കെ ആയിട്ട് കരിയും. ആർക്കും നമുക്ക് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒന്നും ദോഷമില്ലാത്ത മരുന്നാണ്, പച്ചമരുന്നാണ്.